സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. സദൃശവാക്യങ്ങൾ അഥവാ സുഭാഷിതങ്ങൾ, അധ്യായം 17 തിരുവചനം. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് മുഖാന്തരം ദൈവം എഴുതി നമുക്ക് നൽകപ്പെട്ട സത്യവേദ പുസ്തകത്തിലെ സദൃശവാക്യങ്ങൾ 17 അധ്യായം 17 തിരുവചനത്തിൽ 2 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഒന്നാമതായി, എല്ലാ കാലത്തും നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്നേഹിതനെ കുറിച്ചാണ്. അങ്ങനെ ഒരു സ്നേഹിതൻ നിങ്ങൾക്കുണ്ടോ? തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ കാലത്തും നിങ്ങളെ ആത്മാർത്ഥമായി, ആഴമായി, അധികമായി സ്നേഹിക്കുന്ന ഈ സ്നേഹിതൻ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ സ്നേഹിതൻ മറ്റാരുമല്ല, ദൈവപുത്രനായ കർത്താവായ യേശുവാണ്. ആ ഉറ്റ സ്നേഹിതന് മാത്രമേ എല്ലാ കാലത്തും എന്നെയും നിങ്ങളെയും സ്നേഹിക്കുവാൻ കഴിയൂ. എന്തുകൊണ്ടെന്നാൽ മനുഷ്യരായ നമ്മുടെ മറ്റു പ്രിയപ്പെട്ടവർ, സ്നേഹിതർ, സുഹൃത്തുക്കൾ, അവരുടെയൊക്കെ സ്നേഹത്തിന് പരിമിതികളുണ്ട്. എന്നാൽ യാതൊരു പരിമിതിയും കൂടാതെ എല്ലാ കാലത്തും, എല്ലാ നാളിലും, എല്ലായ്പ്പോഴും നമ്മെ സ്നേഹിക്കുവാൻ കഴിയുന്നവൻ സർവശക്തനായ ദൈവം മാത്രമാണ്, യേശു കർത്താവ് മാത്രമാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റൊരു വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാന തുള്ളി രക്തവും ഊറ്റിത്തന്ന് നമ്മെ പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, നിത്യ മരണത്തിൽ നിന്നും, പിശാചിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവത്തെ, യേശു കർത്താവിനെ പ്രേരിപ്പിച്ചത് ആ ലോകരക്ഷകനായ കർത്താവിന് നമ്മോടുള്ള സ്നേഹം നിമിത്തമത്രേ. ഇത്രയും വലിയ സ്നേഹം മറ്റാർക്കാണ് നമുക്ക് നൽകുവാൻ കഴിയുക? രണ്ടാമതായി, നാം വായിച്ചു കേട്ട തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. അനർത്ഥകാലം മനുഷ്യജീവിതത്തിലെ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ബലഹീനതകൾ നിറഞ്ഞ ഒരു കാലമാണ്. ഈ കാലത്ത് രോഗങ്ങളുണ്ടാകാം, ഈ കാലത്ത് കടഭാരങ്ങളുണ്ടാകാം, ഈ കാലത്ത് കഷ്ട നഷ്ട ശോധനകളുണ്ടാകാം. എന്നാൽ ആ സമയത്ത് നമ്മോട് കൂടെ ഇരിക്കുന്ന സ്നേഹിതൻ ദൈവം മാത്രമായിരിക്കും. അനേകരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ ഇപ്രകാരമുള്ള അനർത്ഥകാലത്ത് കൈവിടുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ സുഖത്തിലും
ദുഃഖത്തിലും പ്രത്യേകിച്ച് അനർത്ഥകാലത്ത് പോലും, ആപത്കാലങ്ങളിൽ പോലും ഈ ദൈവം നമുക്ക് ഒരു സന്തത സഹചാരിയായി, സഹോദരനായി കൂടെയിരിക്കും. ഇങ്ങനെയുള്ള ഒരു സ്നേഹിതനല്ലേ നമുക്ക് ആവശ്യം? അതെ, ഈ സ്നേഹിതനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കാം. ആമേൻ.